ഹായ്, ഞാൻ സിൽന ഫിലേഷ്. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമല്ലേ മാനിഫെസ്റ്റേഷൻ. അത് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യത്തെപ്പറ്റി പറയാനാട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. അത് മാനിഫെസ്റ്റേഷൻ എന്നറിയുമ്പോൾ തന്നെ ഞാൻ ഒരുപാട് വർഷങ്ങൾ വേണ്ടി വരുന്നു. ഇപ്പോഴാണല്ലോ സോഷ്യൽ മീഡിയയിൽ ഈ മാനിഫെസ്റ്റേഷൻ എന്നുള്ള ഈ വേർഡ് ഇങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ചെയ്ത കാര്യം മാനിഫെസ്റ്റേഷൻ ആയിരുന്നുള്ളത്. ആ സമയത്താണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം നിങ്ങളെല്ലാവരും മറന്ന ഒരു കാര്യം ഉണ്ടാവും. വർഷങ്ങൾക്ക് മുന്നേ, ഇപ്പോൾ ഒരു 5 വർഷമൊക്കെയായി നമ്മുടെ കൊറോണ എന്ന സംഭവത്തിന്. അപ്പം ഈ കൊറോണയുടെ വേവിൽ ഒരു 3% ആൾക്കാർക്ക് ന്യൂമോണിയ ആവുന്ന ഒരു വേവ് വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വേവ് പെട്ടെന്ന് ന്യൂമോണിയ ആയിട്ട് നമുക്ക് ട്രീറ്റൊന്നും ചെയ്യാൻ പറ്റാണ്ട് തന്നെ ആൾ പെട്ടെന്ന് മരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എൻ്റെ ഹസ്ബൻഡ് വന്ന് പെട്ട്. അപ്പം അങ്ങനെ വന്ന് പെട്ട സമയത്ത് നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, നമുക്ക് നല്ലൊരു മരണം അയാൾക്ക് കിട്ടാൻ വേണ്ടി നല്ല സന്തോഷത്തോടെ മുപ്പര യാത്ര അയക്കാന്നുള്ള രീതിയിൽ നിൽക്കാം എന്നാണ് അവിടുത്തെ സിസ്റ്റേഴ്സും ഡോക്ടേഴ്സൊക്കെ പറഞ്ഞത്. കാരണം നമുക്കിതിലിപ്പോൾ കൂടുതൽ ചികിത്സകളൊന്നും ചെയ്യാനില്ല. പക്ഷേ അത് കേട്ട സമയത്ത്, കാരണം ഒന്നാമത്തെ ദിവസം കഴിഞ്ഞ് 2ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കാണ് ഈ പ്രശ്നം വരുന്നത്. ഈ എന്താ പറയുക, പെട്ടെന്ന് ന്യൂമോണിയ ഇപ്പോൾ ഈ ശ്വാസതടസ്സമൊക്കെ വരുന്നത് ഈ ഒരൊറ്റ ദിവസം കൊണ്ടാണ്. 2ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് ആൾ ഭയങ്കര വീക്കായി പോയിരിക്കും. അപ്പം ആ സമയത്താണ് നമ്മളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. അപ്പോൾ അവരവിടെ നിന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഉറച്ച് വിശ്വസിച്ചു. കാരണം ഞാനൊരു നല്ല ദൈവവിശ്വാസിയും നല്ലൊരു വിശ്വാസിയാണ്. ചില സമയത്ത് അന്ധവിശ്വാസി എന്നുള്ള പേര് പോലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. കാരണം ഇതുവരെ എൻ്റെ വിശ്വാസങ്ങൾ ഇതുവരെ എന്നെ കാത്തിക്കി. അതുകൊണ്ട് ഞാനിപ്പോഴും അതിലൊന്നും എനിക്ക് യാതൊരു പ്രയാസമില്ല. പക്ഷേ ഈ മാനിഫെസ്റ്റ് ശരിയാണോ എന്ന് ചോദിക്കുന്ന കുറേ ആളുകൾ ഇപ്പോഴും നമ്മൾക്കിടയിലുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചത്. കാരണം ഞാൻ അന്ന് ചെയ്തത് മാനിഫെസ്റ്റേഷൻ എന്ന് അറിയാണ്ടാണ് ഞാൻ ചെയ്തത്. അപ്പം എന്നുവെച്ചാൽ ഒരിക്കലും എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരാളാണ്. ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ല, നമുക്കിവിടെ ട്രീറ്റ്മെൻറ്റ് ഇല്ല. ഇവിടെ നമ്മൾ കൊണ്ടുപോയാലും അയാൾക്ക് വേറൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനില്ല. പക്ഷേ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എൻ്റെ ഹസ്ബൻഡിന് ഒന്നും പറ്റില്ല, പൂർവാധിക ശക്തിയോടെ ആൾ തിരിച്ച് ജീവിതത്തിലേക്ക് വരും എന്നുള്ള എൻ്റെ ഒരു വിശ്വാസം. കാരണം അന്ന് ഞാൻ അന്വേഷിക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് അന്വേഷിക്കുമ്പോഴൊന്നും നമുക്ക് അങ്ങനത്തെ ചികിത്സാ രീതികളെ നമ്മളെ കേരളത്തിലില്ല. ഇനിയിപ്പോൾ പുറത്തേക്കൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ആ സമയത്ത് അറിയില്ല. അപ്പോൾ ഇനിയൊന്നും ചെയ്യാനുള്ള സിറ്റുവേഷനിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വിശ്വാസം കൊണ്ട് നമുക്ക് ഏറ്റവും കുറച്ചുകൂടി നല്ല ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം എന്നൊരു ഇതുണ്ടായിരുന്നു. അവിടെ എത്തിച്ചാൽ കുറച്ച് നല്ല ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ രക്ഷപ്പെടും. പക്ഷെ അപ്പോഴും എല്ലാവർക്കും അറിയാം എൻ്റെ പൊട്ട ബുദ്ധിക്ക് ഞാനൊന്ന് പറയുന്നതാണ്, അങ്ങനെ എത്തിച്ചാൽ രക്ഷപ്പെടില്ല എന്ന് തന്നെ തീർത്ത് എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരൊക്കെ, എൻ്റെ അച്ഛനും അമ്മയും ഒഴികെ, ബാക്കി പിന്നെ ഏട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒഴികെ ബാക്കി എല്ലാവരും വിശ്വസിച്ചതെന്ന് വെച്ചാൽ ഇനി ഒരിക്കലും ആൾ ജീവിതത്തിലേക്ക് വരില്ല എന്ന് തന്നെയാണ് വിശ്വസിച്ചത്. അങ്ങനെ തന്നെയാണ് ആൾക്കാരെടുത്തുന്നത് നമുക്ക് കിട്ടുന്ന പ്രതികരണം. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം കൊണ്ടും എൻ്റെ ഒരു ഇതുകൊണ്ടും ഞാൻ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ മിംസ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. കാരണം അവിടെ നമുക്കൊരു പ്രതീക്ഷയാണ്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എൻ്റെ അനുഭവം കൊണ്ടൊക്കെ എനിക്ക് നല്ല പ്രതീക്ഷയാണ് കേട്ടോ. അങ്ങനെ പേരെടുത്ത് പറയുന്നതിനൊന്നും തോന്നരുത്. ഒരുപാട് പ്രാവശ്യം എൻ്റെ കുടുംബത്തിന് ഒരുപാട് പൈസയൊക്കെ ചിലവായിട്ടുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിന് ഒരുപാട് താങ്ങും തണലുമായ ഒരു ഹോസ്പിറ്റലാണ്. കാരണം എന്താ വെച്ചാൽ പിന്നെ മരിക്കാൻ തക്കോണം പോയാലും അവിടുന്ന് ജീവൻ രക്ഷപ്പെട്ട ഒരു ചരിത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എനിക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ആ സമയത്തും അവിടെ പ്രത്യേകിച്ച് ചികിത്സാ രീതികളൊന്നും ഇല്ല കേട്ടോ. ഈ നമ്മൾ കൊറോണ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷേ എൻ്റെ ഈ അടിയുറച്ച വിശ്വാസവും ഏട്ടൻ തിരിച്ചു വന്നിട്ട് ഞാൻ പിന്നെ എന്താ പറയുക, ഞങ്ങൾ ഒരുമിച്ച് യാത്ര പോകുന്നതും, ഞങ്ങൾ കുറേ ടൂറൊക്കെ പോകുന്ന ആൾക്കാരായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഞാൻ സ്വപ്നം കണ്ടു. അങ്ങനെയൊക്കെ ഞാൻ വിശ്വസിച്ചു ഇനി അങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ എൻ്റെ ഫ്രണ്ടും പറഞ്ഞ് നമുക്കങ്ങനെ യാത്രകളൊക്കെ പോവാം, പിന്നെ നീ അങ്ങനെ തന്നെ വിചാരിച്ചോ, നമുക്കങ്ങനെ തിരിച്ചു കിട്ടും എന്ന് അവരും പറഞ്ഞു. കാരണം ഞങ്ങൾ ഒരുമിച്ച് അതിന് പോകാനൊക്കെ. അപ്പോൾ അവരും അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനും അതിൽ ഉറച്ച് വിശ്വസിച്ച്, എനിക്ക് ഉറപ്പാണ്. ഞാൻ ഏട്ടൻ ഇല്ലാണ്ടാവുന്നതിനെ പറ്റി ഞാൻ ചിന്തിച്ചതേയില്ല. എനിക്ക് എന്ത് തന്നെയായാലും എനിക്ക് എൻ്റെ ഏട്ടനെ തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് വലിയ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് അവിടെ എത്തിയിട്ടും ഡോക്ടർമാർക്ക് ഒരിതും എന്താ പറയുക, 20% പൾസ്, പിന്നെ ആൾക്ക് തീരെ ശ്വാസം എടുക്കാൻ തീരെ പറ്റുന്നില്ല, വെന്റിലേറ്ററായിരുന്നു. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, തിരിച്ച് ജീവിതത്തിലേക്ക് വരില്ല. പക്ഷേ ആ സമയത്തൊക്കെ ഡോക്ടേഴ്സ് എന്നെ വിളിച്ചിട്ട് ഇയാൾ ജീവിതത്തിലേക്ക് തിരിച്ച് വരില്ല എന്ന് പറയുന്ന സമയത്തടക്കം ഞാൻ ഡോക്ടറോട് അങ്ങോട്ട് പറയുക, ഡോക്ടർ അങ്ങനെ പറയരുത്,
എൻ്റെ ഏട്ടനൊന്നും സംഭവിക്കില്ല എന്ന് ഞാൻ ഡോക്ടറോട് അങ്ങോട്ട് പറയുക. കാരണം അങ്ങനെ ഡോക്ടറിനോട് ഇങ്ങനെ പറയുന്ന സമയത്ത് അങ്ങനെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു ഏട്ടൻ തിരിച്ചു വരുമ്പോൾ, കാരണം അത്ര ഉറപ്പാണ് എനിക്ക് ഏട്ടൻ തിരിച്ചു വരുന്നത്. അപ്പം ഞാനന്ന് അങ്ങനെ അത്ര ഉറപ്പിച്ച് വിശ്വസിച്ച് നിന്ന്. പക്ഷേ ഇതൊക്കെ ഞാൻ മനസ്സിൽ ഇത്രയും എന്താ പറയുക ഉറപ്പിച്ച് വിശ്വസിച്ച് അതുപോലെ തന്നെ എനിക്ക് നടന്നു കിട്ടി. ഞാൻ കഥ കുറച്ച് ചുരുക്കി പറയാം കേട്ടോ, കാരണം ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാണ്ട് ഒന്നും രണ്ട് മണിക്കൂർ നേരം പറഞ്ഞാലും തീരില്ല. അങ്ങനത്തെ കഥകളാണ് പറയാനുള്ളത് തീർത്ത്. അപ്പം ഈ മാനിഫെസ്റ്റേഷനെ കൊണ്ട് പറയുക. അപ്പം ഞാൻ അന്ന് വിചാരിച്ച പോലെ തന്നെ ഏട്ടൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഇനിയിപ്പോൾ തിരിച്ച് വന്നാൽ തന്നെ നടക്കാൻ പറ്റില്ല, മണക്കാൻ പറ്റില്ല, മണറിയാൻ പറ്റില്ല. അങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. കാരണം ഏട്ടൻ്റെ ജോലി അങ്ങനത്തെ ജോലിയാണ്, ഷെഫാണ്. അപ്പോൾ ഇനി ഒരു ജോലിയൊന്നും ചെയ്തിട്ട് ഇനി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള എങ്കിലും കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം എന്നുള്ള രീതിയിലാണ് ഞാൻ അന്നും കാര്യങ്ങളൊക്കെ ഏട്ടനെ കിട്ടിയാൽ മതി, ഞാൻ നോക്കിക്കോളും, എനിക്ക് നോക്കാൻ പറ്റും അതും എനിക്ക് നല്ല വിശ്വാസത്തിൽ തന്നെ ഞാൻ നിന്ന് ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത്. അപ്പോൾ ഒരുപാട് ജനങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക്. അതൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഷോർട്ടാക്കി പറഞ്ഞത്. ഞാൻ മാനിഫെസ്റ്റേഷനെ പറ്റി പറയാൻ വേണ്ടി മാത്രം ആണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അപ്പോൾ ഞാൻ വിശ്വസിച്ച കാര്യങ്ങളൊക്കെ നടന്ന് ഇന്നിപ്പം 2021 നടന്ന സംഭവമാണ്. ഇതിപ്പോൾ 2026 ഞങ്ങളിപ്പോൾ സുഖമായിട്ട് ജീവിക്കുന്നു. പിന്നെ ഒരു കുഴപ്പമില്ല ഏട്ടന്. പിന്നെ ഫിനാൻഷ്യലായിട്ട് നമ്മൾ സീറോയിലെത്തി. മാനസികമായിട്ടും ഞങ്ങൾ ഭയങ്കര ഡൗണായി. അതിൽ നിന്നൊക്കെ എന്നെ സഹായിച്ചത് ഈ മാനിഫെസ്റ്റേഷൻ. കാരണം ഞാൻ ഓരോന്നും മുന്നിൽ കാണുമ്പോൾ ഞാൻ മുന്നോട്ട് അങ്ങോട്ട് എത്തുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കും, ഇത് സംഭവിക്കും, എനിക്കെല്ലാം നേടിയെടുക്കാൻ പറ്റും, ഞാൻ പണ്ടത്തെ പോലെ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന എൻ്റെ ഒരു വിശ്വാസം ഇന്ന് വരെ എന്നെ രക്ഷിച്ചു. അപ്പോൾ ആ വിശ്വാസം എന്ന് പറയുന്നത് എനിക്കിപ്പോഴാണ് മനസ്സിലാകുന്നത് അത് മാനിഫെസ്റ്റേഷൻ ആയിരുന്നുള്ളത്. കാരണം നമ്മളെ സുജാമേടല്ലേ ടീച്ചറമ്മ പറയുന്ന കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഇപ്പം മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കുറേ മാനിഫെസ്റ്റേഷൻ്റെ ഡോക്ടേഴ്സൊക്കെ അല്ലേ, അവരൊക്കെ പറയുന്ന കാര്യങ്ങളും കേൾക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാകുന്ന കാര്യം എന്താ വെച്ചാൽ ഞാൻ അന്ന് മാനിഫെസ്റ്റ് ചെയ്തതായിരുന്നുള്ളതാണ്. അപ്പം മാനിഫെസ്റ്റ് ചെയ്താൽ നടക്കും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ. പക്ഷേ അതിനുശേഷം ഇതുപോലെ ദൃഢനിശ്ചയത്തിലും അതിനു വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് നേടിയെടുക്കുക എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാനിപ്പോൾ ഒരു കാര്യം ഞാൻ ചെയ്യുന്നൊക്കെ വിചാരിക്കുമ്പോൾ വേറൊരു കാര്യം അതിൻ്റെ ഇടയ്ക്ക് കൂടെ വരുന്ന മാനസിക പ്രയാസമായാലും എന്തെങ്കിലും വരുന്ന സമയത്ത് എനിക്ക് ഇത് വിചാരിച്ച പോലെ എനിക്ക് അതൊന്നും വിചാരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമായിട്ട് ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചു. അതിൻ്റെ തെല്ലും ഞാൻ ബേക്കോട്ട് പോയില്ല. ഞാൻ ആര് പറയുന്നു ഞാൻ വിശ്വസിച്ചില്ല, ഡോക്ടേഴ്സ് പറയുന്നത് പോലും ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ അതുകൊണ്ടായിരിക്കും ഇപ്പം പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് നടക്കുന്നില്ല എന്നല്ല. കാരണം ഞാൻ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് തന്നെ ഇവർ പറഞ്ഞ ഇതുമായിട്ട് നല്ല ബന്ധമുണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് ഇതുവരെയൊക്കെ ഞാൻ ഇത്ര വരെയൊക്കെ എത്തി, എന്താ പറയുക, ഇതുവരെയൊക്കെ ജീവിച്ചു. സാധാരണ ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും കുറച്ചുകൂടിയൊക്കെ കാര്യങ്ങൾ ചെയ്തിതാക്കാനുണ്ട്. എന്നാലും ഇപ്പോൾ നല്ലൊരു ജീവിതം ചെയ്യുന്നുണ്ട്. കാരണം അന്ന് ജീവിച്ച ജീവിതം വെച്ച് നോക്കുമ്പോൾ ഇത്രയും കാലം ഞങ്ങൾ ജീവിച്ചല്ലോ, അത് തന്നെ വലിയ അനുഗ്രഹമല്ലേ. അപ്പം മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന സംഭവം ഉള്ളതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ട്രൈ ചെയ്ത് നോക്കുക. കാരണം എനിക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ സക്സസ് ആവുകയാണെങ്കിൽ അന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇതേപോലെ ഒരിക്കൽ കൂടി വരും ആ കാര്യം പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ ഒരു നിവൃത്തിയില്ലാണ്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മരണത്തിനെ പറ്റി ആരും ചിന്തിക്കരുത്. ഒരു നിവൃത്തിയില്ലാണ്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സ്വപ്നം എന്താണോ, നിങ്ങൾ എന്താണോ എത്തിച്ചേരേണ്ടത് അത് നിങ്ങൾ സ്വപ്നം കണ്ട് ഒരു തരി പോലും നമ്മൾ ആ സ്വപ്നത്തിൽ നിന്ന് ബാക്കോട്ട് പോകരുത്. ഒരു തരി നമ്മൾ ബാക്കോട്ട് അടിച്ചാൽ ഒരു കാരണവശാൽ നമുക്ക് നടക്കില്ല. അതിനും ഞാൻ തന്നെയാണ് ഉദാഹരണം. കാരണം എനിക്ക് അതിനുശേഷം ഒന്നുമില്ല ചെറിയ കാര്യങ്ങൾ നടന്നു എന്നല്ലാണ്ട് ഇതുപോലെ എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാനും ഇതുപോലെ എനിക്ക് വിശ്വസിച്ച് മുന്നോട്ട് പോകാനും എനിക്ക് ഇതുവരെ ഒന്നിനും സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നേടിയെടുക്കാൻ പറ്റിയില്ല. ഇപ്പം ഞാനിങ്ങനെ വ്യതിചലിക്കാണ്ട് ചില കാര്യങ്ങൾ ലക്ഷ്യം വെച്ച് പോകുന്നുണ്ട്. അത് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പറയാൻ ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.